തളരാത്ത പോരാട്ട വീരത്തിന്റെ നേർക്കാഴ്ചയാണ് അവന്റെ ഈ ഗംഭീരമായ തിരിച്ചുവരവ്. 980 ദിവസങ്ങളുടെ നീണ്ട കഠിനമായ കാത്തിരിപ്പ്, പരിക്കിന്റെ വേദനകളോടും നിരാശകളോടും പടപൊരുതിയ നാളുകൾ. ഓരോ വീഴ്ചയിലും അവൻ കൂടുതൽ കരുത്തനായി ഉയർത്തെഴുന്നേൽക്കാൻ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവൻ ചൊരിഞ്ഞ വിയർപ്പു തുള്ളികൾക്കും കഠിനാധ്വാനത്തിനുമൊടുവിൽ കാലമർഹിച്ച പ്രതിഫലം നൽകിയിരിക്കുന്നു. അവന്റെ പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടിരിക്കുന്നു. അതെ, ഫുട്ബോൾ ലോകത്തെ ആ പഴയ മാന്ത്രികൻ വീണ്ടും പച്ചപ്പുൽ മൈതാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദിയിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ മഹാവേദിയിൽ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിൽ അവൻ വീണ്ടും അവതരിക്കുകയാണ്. സ്വന്തം രാജ്യത്തിന് വേണ്ടി ബൂട്ടണിയുക എന്നത് അവന്റെ ജീവവായുവായ ആഗ്രഹം 980 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പൂവണിഞ്ഞിരിക്കുകയാണ്. കളിക്കളത്തിൽ കാലെടുത്തു വെച്ചപ്പോൾ അവന്റെ ഓരോ ചലനങ്ങളിലും ആ പഴയ സൗന്ദര്യവും പകരം വെക്കാനില്ലാത്ത പ്രതിഭയും അലയടിച്ചിരുന്നു. ബ്രസീലും സ്കോട്ട്ലാൻഡും തമ്മിൽ നടന്ന ആ അവിസ്മരണീയമായ പോരാട്ടത്തിന് ശേഷം നമ്മൾ കണ്ടത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വികാരനിർഭയമായ മുഹൂർത്തങ്ങളിലൊന്നായിരുന്നു. മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ ഇത്രയും കാലം ഉള്ളിലൊതുക്കിയ വികാരങ്ങളെല്ലാം അവനിൽ നിന്ന് അണപ്പൊട്ടിയൊഴുകി. കളിക്കളത്തിൽ വെച്ച് അവനൊരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞു. അത് വെറുമൊരു കരച്ചിലായിരുന്നില്ല. ഇരുണ്ട ദിനങ്ങളുടെയും വേദനകളുടെയും കാത്തിരിപ്പിന്റെയും ഒടുവിൽ ലഭിച്ച വിജയത്തിന്റെ ആനന്ദ കണ്ണീരായിരുന്നു. ആ കണ്ണുനീർത്തുള്ളികൾ അവന് കാൽപന്തിനോടും സ്വന്തം രാജ്യത്തോടുമുള്ള അടങ്ങാത്ത അഭിനിവേശം തുളുമ്പി നിൽപ്പുണ്ടായിരുന്നു. നിന്റെ ഓരോ പുഞ്ചിരിയും നിന്റെ ഓരോ കണ്ണുനീർത്തുള്ളിയും ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയമിടിപ്പാണ്. ഫുട്ബോൾ എന്ന വികാരത്തിന് നീ നൽകിയ വർണ്ണനകൾക്ക് പകരം വെക്കാൻ മറ്റൊന്നിനുമാകില്ല. ആ പഴയ രാജകുമാരനായി നീ വീണ്ടും മൈതാനം കീഴടക്കുമ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉറക്കെ പറയുന്നു, ഞങ്ങൾ നിന്നെ അത്രമേൽ സ്നേഹിക്കുന്നു. കാൽപന്ത് കളിയുടെ ലോകം ഒരു നിമിഷം ശ്വാസമടക്കി പിടിച്ചു നിന്നു. ആകാംക്ഷകളുടെയും സംശയങ്ങളുടെയും കാർമേഘങ്ങൾ പടർന്നു പിടിച്ച അന്തരീക്ഷത്തിൽ ലോകം ആ ഒരൊറ്റ ഉത്തരത്തിനായി കാതോർത്തു. ഫുട്ബോളിൽ നിന്ന് വിട്ടുനിന്ന ഒരുപാട് നാളുകൾ, പരിക്കുകളുടെ നോവുകൾ, വിമർശനങ്ങളുടെ കൂർത്ത ശരങ്ങൾ, ഇതെല്ലാം അവസാനിക്കുന്ന ഒരു പ്രതാപത്തിനായി ആരാധകർ എത്രയോ നാളുകളായി കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ ആ നീണ്ട നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ വാക്കുകൾ കാറ്റിലൂടെ ഒഴുകിയെത്തി. വെറുമൊരു പ്രസ്താവനയായിരുന്നില്ല അത്, മറിച്ച് ഒരു വലിയ കൊടുങ്കാറ്റിന് മുമ്പോടിയുള്ള ഒരു ഇതിഹാസത്തിന്റെ ഗർജനമായിരുന്നു. ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. ആ ചെറിയ വാക്കുകൾ മതിയായിരുന്നു ലോകമെമ്പാടുമുള്ള കാൽപന്ത് പ്രേമികളുടെ സിരകളിൽ തീ പടർത്താൻ. ഇതൊരു വെറും വാക്കല്ലായിരുന്നു, മറിച്ച് തൻ്റെ സാന്നിധ്യം കൊണ്ട് മൈതാനങ്ങളെ കോരിത്തരിപ്പിക്കുന്ന ഒരു പോരാളിയുടെ മടങ്ങിവരവാണ്. നെയ്മർ ജൂനിയർ എന്ന പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് കാൽപന്തിലെ മാന്ത്രിക ചുവടുകളാണ്. സാമ്പ നൃത്ത ചുവടുകളോടെ പന്തുമായി എതിർ താരങ്ങൾക്കിടയിലൂടെ ഒരു നദിയെപ്പോലെ ഒഴുകി നീങ്ങുന്ന ആ ബ്രസീലിയൻ മാന്ത്രികൻ തൻ്റെ അസാന്നിധ്യം കൊണ്ട് സൃഷ്ടിച്ച ശൂന്യത അത്രമേൽ വലുതായിരുന്നു. ആ ഇരുണ്ട ശൂന്യതയിലേക്കാണ് പ്രതീക്ഷകളുടെ പൊൻകിരണങ്ങളുമായി അവനിപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. വീഴ്ചകളിൽ നിന്ന് കൂടുതൽ കരുത്തോടെ കുതിച്ചയിടുന്ന ഫിനിക്സ് പക്ഷിയെ പോലെയാണ് നെയ്മർ ജൂനിയർ. ഓരോ തവണ കാലിടറി വീഴുമ്പോഴും ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാണെന്ന് ലോകം വിധിയെഴുതുമ്പോഴും തൻ്റെ അചഞ്ചലമായ ഇച്ഛാശക്തി കൊണ്ട് അവൻ ആ വിധിയെ എക്കാലത്തെയും തിരുത്തി കുറിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്നത് കാൽപന്തിന്റെ വസന്തമാണ്. പച്ചപ്പുൽ മൈതാനങ്ങളിൽ ആ ബൂട്ടുകൾക്കായി വീണ്ടും ഒരുങ്ങിക്കഴിഞ്ഞു. ഗാലറികളിലെ അടക്കി പിടിച്ച ശ്വാസങ്ങൾ ഇനി വലിയ ആരവങ്ങളായി കൊടുങ്കാറ്റായി മാറും. ഭാവി പരിപാടികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം ഇനി വാക്കുകളിലല്ല, മറിച്ച് മൈതാനത്ത് പന്തുമായി അവൻ തീർക്കുന്ന മാന്ത്രിക പ്രകടനങ്ങളിലാകാം. രാജാവ് തൻ്റെ സാമ്രാജ്യത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇത് സാധാരണ ഒരു എൻട്രി അല്ല, ഇതൊരു പ്രഖ്യാപനമായിരുന്നു. കളി തുടങ്ങുന്നതിന് മുമ്പ് താൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോഴുള്ള പ്രതിഭയുടെ അഹങ്കാരം കലർന്ന ഒരു പ്രഖ്യാപനം. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ സൃഷ്ടിച്ച ആ ഓളമുണ്ടല്ലോ, ഗാലറികളിൽ പടർത്തിയ ആ തീപ്പൊരിയുണ്ടല്ലോ, അത് ചരിത്രത്തിൽ രേഖപ്പെട്ടു കഴിഞ്ഞു. കാൽപന്തിന്റെ മായാജാലം അവസാനിക്കാത്ത കാലത്തോളം ഈ രാജകീയ എൻട്രി ആരാധകരുടെ നെഞ്ചിൽ അണയാത്ത ഒരു അഗ്നിപർവ്വതം പോലെ എരിയുക തന്നെ ചെയ്യും. ആ വരവറിയിച്ച കുലുക്കം ഫുട്ബോൾ ലോകം ഇനിയും കാലങ്ങളോളം ഓർത്തുകൊണ്ടേയിരിക്കും.